അല്ലിക്കുട്ടൻ്റെ കാത്തു ചേച്ചി സ്കൂളിൽ പോയി, പാറു ചേച്ചി കോളേജിലും പോയി, അച്ഛൻ ജോലിക്ക് പോയി. വലിച്ചയാണെങ്കിൽ ഈ മഴയത്ത് അമ്പലത്തിൽ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നു. ഇനി ഞാനും എൻ്റെ അല്ലിക്കുട്ടനും മാത്രമേ ഉള്ളൂ ഇവിടെ. ഇവരെല്ലാവരും പോയി കഴിഞ്ഞാൽ എനിക്കും എൻ്റെ അല്ലിക്കുട്ടനും ഒരുപാട് ജോലിയുണ്ട് ഇവിടെ. ഇനി തൂത്തു വാരാനും പാത്രം കഴുകാനും തുണി കഴുകാനും എല്ലാം ഉണ്ട്. മഴയായതുകൊണ്ട് ഞാനും അല്ലിക്കുട്ടനും ഇങ്ങനെ മടിച്ചിരിക്കുക. അവർ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. അപ്പോഴാണ് അവൻ വെളിയിൽ ഒരാളെ കണ്ടത്. അപ്പം ഇനിയിപ്പോൾ അവൻ്റെ പുറകെ പോകാനായിട്ടുള്ള ബഹളമാണ്. പിന്നെ ഞാൻ അകത്ത് കയറി ലീശൊക്കെ ഇടിയിപ്പിച്ച് കുറച്ച് നേരം അവനെ ആ വഴിയിലോട്ടൊക്കെ ഒന്ന് ഇറക്കി. വഴിയിലേക്ക് ഇറങ്ങാനായിട്ടുള്ള അവൻ്റെ ബഹളം കണ്ടോ? അവന് ഇപ്പം എപ്പോഴും ഇങ്ങനെ ആരെ കണ്ടാലും അവൻ ആ പുറകെ ഓടും അവൻ. അതുകൊണ്ട് അവനെ ഒന്നില്ലെങ്കിൽ വെളിയിൽ ഇറങ്ങുമ്പോൾ എടുത്ത് പിടിച്ചുകൊണ്ട് ഇറങ്ങും, അല്ലെങ്കിൽ ഇതുപോലെ ലീശ് ഇടിയിപ്പിച്ചുകൊണ്ട് ഇറങ്ങും. ഒരു തരത്തിലും അവനെ ഇപ്പോൾ പുറത്തിറക്കാൻ പറ്റുന്നില്ല. അവൻ കിടന്നുകൊണ്ട് ബഹളമാണ് പുറത്തിറങ്ങാൻ. അല്ലിക്കുട്ടൻ തിരക്കി വന്ന ആളെ കാണുന്നില്ല. അല്ലിക്കുട്ടൻ ഇനി വേറെ വഴിയേ പോകണം. അതിന് മുമ്പേ ഞാൻ അവനെ പിടിച്ച് അകത്തേക്ക് കയറ്റാൻ പോവുക. ഭയങ്കര മഴയാണ് വരുന്നത്. അവനും ഇങ്ങനെ അകത്ത് തന്നെ ഇരുന്ന് അവനും മടുത്ത്. അതായിരിക്കും അവനിങ്ങനെ എപ്പോഴും പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങുന്നത്. അവനകത്തേക്ക് കയറാനായിട്ട് ഒരു പ്ലാനും ഇല്ല. അവനിങ്ങനെ കുണുങ്ങി ഇങ്ങനെ മുറ്റത്തൂടെയൊക്കെ നടക്കാനാണ് അവനിഷ്ടം. കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ നല്ല രസമല്ലേ അവനിങ്ങനെ നടക്കാനായിട്ട്. എടാ, അമ്മയ്ക്ക് ഇനി ഒത്തിരി പണിയുണ്ടടാ, ഇനി പിന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടൊന്നും അവനൊരു കുലുക്കോ ഇല്ല. അവൻ എന്നെ വലിച്ചുകൊണ്ട് ഇതിലെയൊക്കെ നടക്കുക. ഞാൻ പിന്നെ അകത്ത് പോയി ഒളിച്ചിരുന്ന്. അപ്പോൾ അല്ലിക്കുട്ടൻ ഓടി വരുന്നുണ്ട് എന്നെ നോക്കാനായിട്ട്. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഒളിച്ചേ കണ്ടയൊക്കെ കളിക്കുന്ന, അതുകൊണ്ട് അവനറിയാം ഞാനെവിടെയാണ് ഇരിക്കുന്നതെന്ന്. അവനെന്നെ കണ്ടുപിടിക്കും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വേഗം അടുക്കളപ്പണിയൊക്കെ തീർത്തേച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വല്യച്ഛൻ മഴയത്ത് അമ്പലത്തിൽ പോകുന്നത്. വെല്ലിച്ച പോയി കഴിഞ്ഞപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ സിറ്റ് ഔട്ടിൽ പോയിരുന്ന് കുറേ നേരം മഴ കണ്ട്. ഞങ്ങളങ്ങനെ മഴ കണ്ട് കുറേ നേരം അവിടെ ഇരുന്നു. മഴയൊക്കെ പെയ്തിട്ടാണോ എന്തോ എനിക്കും അല്ലിക്കുട്ടനും ഭയങ്കര വിശപ്പ്. ഞാൻ അവനോട് പറഞ്ഞു, എടാ വാടാ നമുക്ക് പോയി വല്ലതും കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അവനെ വിളിച്ചുകൊണ്ട് അടുക്കളയിലോട്ട് പോയി. അവൻ അമ്മാമ്മ എടുക്കുന്നതെല്ലാം അവനിങ്ങനെ നോക്കിയിരിക്കുക. അവനിപ്പം പഴയതുപോലെ ചാടുമൊന്നുമില്ല. പണ്ടൊക്കെ അവനിങ്ങനെ ആഹാരം എടുക്കുമ്പം ചാടി നിൽക്കുമായിരുന്നു. ഇപ്പം അവൻ നല്ല മിടുക്കനായിട്ട് നിൽക്കുക. വാതിൽ തുറക്കാമെന്ന് ഞാൻ ഓർത്ത്. പിന്നെ ഞാൻ ഓർത്ത് ഇനി അവൻ വാതിൽ തുറന്നാൽ ഇനി ആരെങ്കിലും കണ്ടാവൻ പിന്നെ ആ പുറകെ പോകും. അതുകൊണ്ട് പിന്നെ അവന് ഞാൻ അടുക്കളയിൽ വെച്ച് അമ്മാമ്മ കൊടുത്ത് അവൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് ഞാനും കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനും ചോറെടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചോറൊക്കെ ഉണ്ട് ഞങ്ങൾ മിടുക്കരായിട്ട് പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച്. അവനെ കട്ടിലേ കയറ്റി കിടത്തിക്കൊണ്ട് ഉണ്ണി വാവാവൊക്കെ പാടും അവൻ ഉറങ്ങാനൊന്നും ഒരു പ്ലാനും ഇല്ല. അവൻ ക്യാമറക്കിട്ട് നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് നേരം വീഡിയോ എടുക്കാമെന്ന് ഓർത്തിരുന്നപ്പോഴത്തേക്കിന് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന മൈക്ക് അവന് വേണം. അവൻ കിടന്നുകൊണ്ട് എന്നോട് കിടന്ന് ഭയങ്കര വഴക്കാണ്. എൻ്റെ കയ്യിലെല്ലാം ചാടി കയറിയിട്ട് എനിക്ക് കൈയും കൂടെ വേദന എടുക്കുന്നു. അവന് മൈക്ക് എന്നാത്തിന് അവന് വായിലിട്ട് കടിച്ച് തിന്നാൻ വേണ്ടിയിട്ടാണ്. ഇനി അവൻ മൈക്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നൈറ്റിയെ കുത്തി വെക്കാമെന്ന് വിചാരിച്ചു. അതെല്ലാം അവൻ നോക്കി നിന്ന് കാണുക. ഇനി അവന് ചാടി പിടിക്കണം, അവൻ നോക്കിയിരിക്കുന്നത്. കള്ളത്തരം. ഞങ്ങളുടെ കയ്യെ മാന്തിയോടാ അല്ലിക്കുട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. നാളത്തെ വിശേഷവുമായി നാളെ വരാം.